വീണ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? പ്രൊഫസർ എങ്ങാനും കണ്ടാൽ എന്താ? മനസ്സിൽ ചീത്ത വിചാരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്? എനിക്കൊരു ചീത്ത വിചാരവുമില്ല. പ്ലീസ് ഒന്ന് പോവാമോ? എന്നോട് ഇത്രയ്ക്ക് വെറുപ്പാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചൂടെ? എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെട്ടൂടെ? വീണേ, ഇത് കുട്ടിക്കളിയല്ല. പ്രൊഫസറുടെ ഔദാര്യത്തിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും നന്ദികേട് കാണിച്ചുകൂടാ. എനിക്ക് പഠിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷെ അതിനു മുമ്പ് എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറയണം. എന്നെ മനസ്സിലാക്കൂ വീണേ. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്നേ നാട്ടിലേക്ക് തിരിച്ചുപോയി കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടവനായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ചതിന് എനിക്കിപ്പം മറുപടി കിട്ടണം. വീണയെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അർഹതയില്ലാത്തൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിക്കൂടാ. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? എന്നിട്ടാണോ എന്നെ ഇത്രയും നാളിട്ട് വട്ടം കറക്കിയത്? അത് ഞാൻ... വേണ്ട വേണ്ട, ഇനി ഇഷ്ടമില്ലെന്നൊന്നും കയറി പറഞ്ഞേക്കരുത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നോ ഞാൻ ഈ മനസ്സൊന്ന് തുറപ്പിച്ചത്. വീണേ, വീണേ, പോയിക്കോളൂ, അമ്മ വിളിക്കുന്നു. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പോയിക്കോളൂ വീണേ, അല്ലെങ്കിൽ അമ്മ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. മാളൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ അതെ. ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരുമോ? അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരയ്ക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയ്. എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ്ടി മുമ്പ് അറിഞ്ഞത്. ഓ, ഈ പിശാചി അക്രമം ചെയ്ത് ഞാൻ പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ, എന്നാലും ഈ പെണ്ണ് ഇത്ര വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഓ, വെള്ളമില്ലല്ലേ? വാട്ടർ സപ്ലൈക്കാർ പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ, എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് തന്നെ പോയിരിക്കുന്നത്. ദൈവമേ, എന്തിനേലുണ്ടോ അത്? വിസ്പനയിലും വേണ്ടി വരുമോ? ഇതെന്തിത്ര നീളം തന്നെ? എന്റെ ഈശ്വര, പൊണ്ണ കൂപ്പിള്ളിയാ? അവക്ക് കുറച്ച് കഴിഞ്ഞു മതിയെന്ന്. ഒന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഇന്ന് സുഖമായിട്ടുണ്ട. என்னமோ ஒரு வாசனை வரல. அது கீரை. இது நான் பண்ணது. என்னமோ ஒரு வாசனை வருதே. അതേ,
മുല്ല പൂത്ത മണമാ ഭാഗി. ചീച്ചി ചീച്ചി മുല്ലയില്ലേലും ഒന്നുമില്ലേ ഇത് എങ്കയോ യാറോ എന്നമോ വറുത്ത് കൊട്ട. ഇങ്ങ ആരെന്നെ വറുത്ത് കൊട്ടാൻ? നീ പോയി കുറച്ച് ജീവനം എടുത്തോണ്ടോ. இல்ல இல்ல இன்னும் 100 வாசனை வருதே. என்ன அவுட் ஹவுஸ்ல நான் போய் பார்த்துட்டு வரேன். ഭാഗി ഇങ്ങ് വാ. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പ്രായമായ പെൺകുട്ടികൾ പോകാൻ പാടില്ല. മനസ്സിലായോ? ആ ഞാൻ പോയി നോക്കിട്ട്. അയ്യോ എന്നൊക്കെയോ വറുത്ത് കൊട്ടാനേ. എടാ ഇങ്ങോട്ടൊക്കെ ആരാ വരുന്നെന്ന്? ഇതാ നോക്ക്, രണ്ടോട് വരുന്നു. വീണേ വീണേ, നമുക്ക് പോകാം. നീ എന്താ ആലോചിക്കുന്നത്? ഈ സന്ധ്യ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഈ ഇളം തെന്നലിന്റെ കുളിർമയിൽ ചിറകടിച്ചെത്തുന്ന കുയിലിന്റെ പാട്ട് കേട്ട് എന്റെ ഉണ്ണീട്ടിന്റെ അരികിലിരിക്കാൻ എന്നും എനിക്ക് കഴിഞ്ഞെങ്കിൽ. നമ്മുടെ ജീവിതവും വീണയുടെ സ്വപ്നങ്ങൾ പോലെ സുന്ദരമായിരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ചിലപ്പോ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാനാവില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള നിമിഷങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. വീണയുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നവനാണെന്ന് നിനക്കറിയാമല്ലോ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി ഈ ഡയലോഗ് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാ തോന്നുമ്പോ ഒന്ന് ഓൺ ചെയ്താൽ മതി. എപ്പോഴും പറയേണ്ടി വരില്ല. ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല. നിനക്ക് എപ്പോഴും എന്നെ പുച്ഛമാണ്. ഓ, എനിക്ക് കാറും ബംഗ്ലാവൊന്നും ഇല്ലല്ലോ. ശരിയാണ്, പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോ ഇത്രയും നാൾ നീ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ആ, എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഞാനൊരു മരമണ്ടനായിപ്പോയി. ഓക്കെ, ഗുഡ് ബൈ. ഉണ്ണീട്ടാ, വന്ന് കാറിൽ കയറാനാ പറഞ്ഞത്. എന്താ ഉണ്ണീട്ടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ വന്ന് കാറിൽ കയറാൻ. കാറിൽ കയറാൻ നിന്റെ സ്റ്റാറ്റസിന് പറ്റിയ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കയറ്റിക്കൊണ്ട് പോയാൽ മതി. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഡാഡി ഉറങ്ങിയില്ലല്ലോ. ആ ഉണ്ണി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവനും ഓരോ പുതിയ ശീലങ്ങൾ പഠിച്ചു വരികയാണെന്നാ തോന്നുന്നത്. മോള് കഥ കടച്ച് കിടന്നോളൂ, നേരെ ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിണങ്ങിയോ? ഞാൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണീട്ടിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെന്താ ഉണ്ണീട്ടൻ മനസ്സിലാക്കാത്തത്? വീണയുമായി അർഹതയില്ലാത്തൊരു ബന്ധം ഉണ്ടാവരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ അടുത്തുപോയി. ഇപ്പോ വീണ മറ്റാരോടെങ്കിലും അടുത്തിടപഴകുന്നതോ സംസാരിക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഉണ്ണീട്ടന്റെ ഈ വെളുത്ത മുഖം ഇങ്ങനെ തുടുത്തു കാണാനല്ലേ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്?
ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ ബുദ്ധൂസേ? ഉണ്ണേട്ടാ. നീ ഇത്ര ചെറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി നിന്നെ സഹായിക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല. ഏതാണ് പുറത്ത്?